ഉള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം എന്നെ ഫലമേൽപ്പിച്ച ദൗത്യം വഴി ഞാൻ സഭയിലെ ശുശ്രൂഷകർ, ഓരോ മക്കളും പരിശുദ്ധ സഭയിലെ അവരായിരിക്കുന്ന സഭയിൽ വേല ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ്, ശുശ്രൂഷ ചെയ്യാൻ. ആ മഹത്വത്തിന്റെ രഹസ്യം ആരംഭം മുതൽ, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരുന്നു. വിശുദ്ധ മാമോദീസ എന്ന കുദാശയിലൂടെ വിശുദ്ധരായി തീർന്നവരാണ് നമ്മൾ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വന്നപ്പോൾ നമ്മൾ വീണ്ടും അശുദ്ധരായി തീർന്നു. വീണ്ടും യേശുക്രിസ്തു തന്റെ വചനം അയച്ച് നമ്മളെ സൗഖ്യപ്പെടുത്തി, കഴുകി, ശുദ്ധീകരിച്ചു. വീണ്ടും അവന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. നമുക്കെല്ലാവർക്കും കടമയുണ്ട് യേശുവിനെ മറ്റുള്ളവരോട് പറയുക. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെക്കപ്പെടുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് എന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിന്റെ മഹത്വം എല്ലാ ജാതി മനുഷ്യരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ലോകത്തുള്ള സകല മനുഷ്യരുടെ മുമ്പാകെ ഈ രഹസ്യം എത്ര ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കി കൊടുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്താണ് ഈ രഹസ്യം? ഒരു സഹോദരൻ പറയുന്നു, 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഈ രഹസ്യത്തിന്റെ മഹത്വം എന്താണ്? ഈ രഹസ്യമാകട്ടെ മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ളത് തന്നെ. എന്താണ് ഈ രഹസ്യം? എന്താണ് ഈ രഹസ്യം? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ രഹസ്യം. ആ രഹസ്യം നമുക്ക് മനസ്സിലാവും. ഈ പ്രസംഗ ദിവസം യാക്കോബായ സഭയില് ഉള്ള ആരാധനയിൽ ഒരു പാട്ടുണ്ട്. പ്രസംഗ ആരാധനയിൽ പ്രസംഗ ദിവസം പ്രസംഗ കുർബാന അനുഭവിക്കുന്ന സമയത്ത് വളരെ നീണ്ട ക്യൂ ആണല്ലോ അല്ലേ? സമയമെടുത്തിട്ടുള്ള ഒരു കുർബാന അനുഭവം ഇങ്ങനെ പാടിക്കൊണ്ടിരുന്ന പാട്ടുണ്ട്. രഹസ്യം രഹസ്യം കൽപ്പീശൻ രഹസ്യമെനിക്കും എൻ വീട്ടാർക്കും. ഈ കുർബാന നമ്മൾ അനുഭവിക്കുമ്പോ എന്താണ് നമുക്കുണ്ടാകുന്ന തേജസ്? എന്താണ് രഹസ്യം? എന്താണ് രഹസ്യം? യശയ്യാപ്രവാചകൻ പറഞ്ഞ രഹസ്യം തേജസ്സിന്റെ രഹസ്യം. അവനെ മൺമയൻ ഭക്ഷിച്ച് മുഖം തള്ളി. മണ്ണല്ലേ നമ്മൾ അല്ലേ? മണ്ണിൽ പണിയെടുക്കുന്നതോടല്ലേ ക്ഷീണിച്ച അല്ലേ? അതവനോട് പറഞ്ഞു, നീ മനുഷ്യ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ പോയി പണിയെടുക്കും. നീ മണ്ണിൽ പണിയെടുത്ത് കഷ്ടപ്പെടും. നിനക്ക് പണി ചെയ്താലൊന്നും വേണ്ട വേണ്ടുള്ള സമാധാനം സന്തോഷമൊന്നും കിട്ടുകയല്ല. ഹവ്വായോട് പറഞ്ഞു, നീ മക്കളെ പ്രസവിക്കും എന്നും വേദനിക്കും. ഇതിന്റെ രണ്ട് കാര്യം. കുടുംബനാഥം മണ്ണിൽ പണിയെടുക്കും, വീട്ടിൽ വരുമ്പോൾ സമാധാനമില്ല. ഭാര്യ മക്കളെ പ്രസവിക്കും, സമാധാനം. അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ നടക്കണ്ടേ? അല്ലേ? അത് നടക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ അവിടെ സ്വീകരിക്കണം. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കണം. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി ദൈവിക പദ്ധതി പ്രകാരം സഭാപിതാക്കന്മാർ എന്ത് ചെയ്തു? ഒരു കുഞ്ഞ് ജനിച്ച് ആ നാളിൽ തന്നെ എന്ത് ചെയ്തു? യേശുവിനെ കൊടുത്തു. യേശുവിനെ കൊടുത്തു അല്ലേ? യേശുവിനെ കിട്ടിയില്ലേ? എന്തൊക്കെ കിട്ടി യേശുവിൽ നിന്ന്? യേശുവിന്റെ വിലാപ്പുറത്ത് നിന്ന് ഒഴികെ വെള്ളം കൊണ്ട് കഴുകൽ പ്രാപിച്ചു അല്ലെ? വെള്ളം ഉപയോഗിച്ചില്ലേ മാമോദിസ അല്ലേ? ഒരു തൊട്ടിക്കകത്ത് നമ്മള് ഇറക്കി കുളിപ്പിക്കുകയല്ലേ? ശരിയല്ലേ? അതാ കുഞ്ഞിന്റെ വലിപ്പം നോക്കിയിട്ടാണ്. അല്ലെങ്കിൽ കുഞ്ഞിന്റെ മേത്തേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ കുഞ്ഞിന് ശ്വാസം മുട്ടുന്നൊക്കെ ഓർത്തിട്ടാണോ? ആണോ? ഇല്ല, വെള്ളം ഇങ്ങനെ കോരി
കിഴക്കുന്നും പടിഞ്ഞാറുന്നും തെക്കുന്നും വടക്കുന്നും ആ ഭൂമിയുടെ 4 അതിർത്തിയിൽ നിന്നും ദൈവത്തിന്റെ കൃപാവരം ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇല്ലേ? ഒന്നും കണ്ടിട്ടില്ല. അവിടെ തെക്കും തിരക്കുമാണ്. നിങ്ങളെ കച്ചാർന്നോ നിങ്ങളുടെ കയ്യിലായിരുന്നെങ്കിൽ കൊച്ചോടുകൂടി നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും അതിലേക്ക് പോകും. എല്ലാവരുടെയും കൊച്ചാർന്നു, സ്വന്തക്കാരുടെ കൊച്ചാണെങ്കിൽ നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ പോസ് ചെയ്യാനുള്ള ശ്രദ്ധയിലേക്ക് വന്നേക്കുകയാണ്. പിന്നെ നിങ്ങൾ തലവടാൻ ഇങ്ങനെയൊക്കെയാണല്ലോ വരാറുള്ളൂ. തലവടാൻ വന്നേക്കുന്നതാണെങ്കിൽ അങ്ങനെ തലവോട് അച്ഛൻ പറയുമ്പോൾ എന്താർക്കും തെക്കോട്ട് തിരിയോ വടക്കോട്ട് തിരിയോ പടിഞ്ഞാട്ട് തിരിയോ ആകെ അങ്കലാപ്പാണ്. ഈ വക കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ പറഞ്ഞു എപ്പോഴും കേൾക്കാനും ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അന്ന് അവിടെ യേശുവിന്റെ തെരുവിലാകുന്ന ഒഴുകിയ ആ വെള്ളത്താൽ, ആ വെള്ളത്തിന്റെ പ്രതീകമായ ഈ മാമോദിസ തൊട്ടിയിലെ വെള്ളത്താൽ നമ്മൾ കഴുകൽ പ്രാപിച്ചു. എന്റെ അപ്പുറം അങ്ങനെ പറയുന്നത് ആ തിരുവിലാകുന്ന ഒഴുകിയ വെള്ളമാണ് ഈ മാമോദിസ തൊട്ടിയിലെ വെള്ളത്തിന്റെ പ്രതീകമെന്നാണ് പറയുന്നത്. രണ്ടാമത് യേശു സ്നാപകന്റെ അടുത്തുനിന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ അവിടെ വെള്ളത്താലുള്ള സ്നാനമുണ്ടായിരുന്നു. പിന്നെ എന്തുണ്ടായിരുന്നു? പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ അവിടെ വന്നു. ഇപ്പോൾ മാമോദിസ സ്വീകരിക്കുന്ന കുഞ്ഞിനെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായ മൂറോൺ കൊണ്ട് അഭിഷേകം ചെയ്യും. മൂറോൺ പൂശും. തൈലം പൂശുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ഭാഗമാണ്. ഹല്ലേലൂയ. പിന്നെ കുഞ്ഞിനെ ഊതും. പുരോഹിതൻ ഇങ്ങനെ 3 പ്രാവശ്യം തൃത്വനാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇങ്ങനെ ഊതും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കിട്ടി. പിന്നെ യേശുവിനോടൊപ്പം പിതാവായ ദൈവത്തിന്റെ അടുത്തിരിക്കുവാനുള്ള ശ്രേഷ്ഠ പദവി കിട്ടി. ഇതിനു വഴി വിശുദ്ധ കുർബാന വഴി യേശുവിനോടൊപ്പം ഇരിക്കാനുള്ള എന്റെ ശരീരം ഭക്ഷിക്കുന്നു, എന്റെ രക്തം കുടിക്കുന്നു, എന്നോടൊപ്പം അവനിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പദവി കിട്ടി. ഈ പദവിയൊക്കെ എന്ത് കഴിഞ്ഞാൽ എന്നിട്ട് പദവിയൊക്കെ എന്ത് ചെയ്തു? നാളെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഒരാൾ പറഞ്ഞു ഇലയിട്ടു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാൻ. അപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ക്രായത്തൊമ്മൻ എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യയിൽ വന്നപ്പോ കേരളത്തിലൊരു രാജാവ്, കേരളത്തിൽ വന്ന രാജാവ് രാജാക്കന്മാരുടെ ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കാനുള്ള പദവി കൊടുത്തു. അപ്പോ രാജാവിന് കൊടുത്ത അതേ ഇലയുടെ വലിപ്പം തന്നെ കൊടുത്തു. രാജാവിന്റെ ബഹുമാനവും സ്നേഹവും കൊണ്ട് അങ്ങനെ കൊടുത്തപ്പോൾ രാജാവിന്റെ സെക്രട്ടറിമാരിൽ അല്ലെങ്കിൽ അവിടെ രാജഗൃഹത്തിലുള്ള ആരോ പറഞ്ഞു, അത്രയും പദവി കൊടുത്താൽ പിന്നെ രാജാവിനൊരു വില ഉണ്ടാവില്ല. അത് രാജാവ് തിരിച്ചറിഞ്ഞിട്ട് ഇല ഒന്ന് മടക്കി വെക്കാനുള്ള അല്പം താഴ്ത്തി ഒപ്പം വില കിട്ടി കഴിഞ്ഞാൽ പിന്നെ രാജാവിന്റെ വില കുറഞ്ഞു. അത് രാജാവിനേക്കാൾ ഒരു അല്പം താഴ്ത്തി എന്ന് പറഞ്ഞാൽ ഇല ഒന്ന് മടക്കി വെക്കാം എന്നിങ്ങനെ ആ പുള്ളിക്കാരൻ പറയുകയാണ്. എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പൊ ആ വക ഒന്നുമില്ല. ഒരു പദവിയില്ല, ഒന്നുമില്ല. എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇനി അങ്ങനെ കിട്ടിയതാണെങ്കിൽ തന്നെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്ന ഒരു പുസ്തകം ഉണ്ടെന്നാണ് ഞാൻ വായിച്ചിട്ടില്ല, കേട്ടിരിക്കുന്ന. തിരുവനന്തപുരത്തൊക്കെ അത് ലൈബ്രറിയിൽ ഇരിക്കണമെന്നാണ് കേട്ടിട്ടുള്ളത്. അത് ആ സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്ന ആ ചരിത്ര പുസ്തകത്തില് അനന്തരാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അയ്യർ, ഒരു പട്ടണി, ഒരു എഴുത്തുകാരൻ, ചരിത്രകാരൻ, അദ്ദേഹം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പുള്ള ക്രിസ്ത്യാനികളെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നാണ് ഞാൻ പ്രസംഗിച്ചു കേട്ടത്.
ക്രിസ്ത്യാനികളുടെ ഇടയിൽ മദ്യപാനമോ വ്യഭിചാരമോ കേൾവി പോലും ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികൾക്ക് പണക്കൊതി എന്ന് പറഞ്ഞാൽ ലേശം പോലും ഇല്ല. രാജാക്കന്മാര് മാറി ഭരിക്കുമ്പോൾ ഖജനാവിൽ പണമില്ലാതെ വരുമ്പോ, പണം തികയാതെ വരുമ്പോ ക്രിസ്ത്യാനികൾ അധ്വാനത്തിലാക്കി നീക്കിവാക്കി വെച്ചിരിക്കുന്ന പണം ഖജനാവിലേക്ക് കൊടുത്തിരുന്നു എന്ന്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ മദ്യപാനമോ വ്യഭിചാരമോ കേട്ടുകേൾവി പോലും, എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യാനി മദ്യപിച്ചെന്ന് വ്യഭിചാരത്തിന് പോയെന്ന് കേട്ടുകേൾവി പോലും ഇല്ല. വിജാതീയനായ ഒരു മനുഷ്യൻ ക്രിസ്ത്യാനിയെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്താ? യുഗങ്ങളുടെ തലമുറകളെ ആരംഭം മുതൽ മറച്ചു പഠിപ്പിക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടെ നിന്ന് വിശുദ്ധർക്ക് വെളിപ്പെടുത്തി. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാണ്. മാർത്തോമാസഭയിലെ ഒരു അച്ഛന്റെ പ്രസംഗം ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോ ആ അച്ഛൻ പറഞ്ഞു, തെക്കൻ നാട്ടില് തിരുവല്ല പത്തനംതിട്ട ജില്ലയില് ഒരു കരിമ്പ് കച്ചവടക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, ക്രിസ്ത്യാനി. കരിമ്പ് കച്ചവടക്കാരൻ കരിമ്പ് വെട്ടി അതിന്റെ നീരെടുത്തിട്ട് ശർക്കരയാക്കി വിൽക്കുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ തൊഴിൽ സ്ഥലത്തു നിന്ന് ശർക്കര പാക്ക് ചെയ്ത്, പാക്കറ്റൊക്കെ ആയിരിക്കുമല്ലോ, പാക്ക് ചെയ്ത് ആലപ്പുഴയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ മുസ്ലിമായിട്ടുള്ള കച്ചവടക്കാർ പേര് പറഞ്ഞു, ആ കരിമ്പുകാല ചാണ്ടി അങ്ങനത്തെ ഒരു പേര് പറഞ്ഞു ഈ മനുഷ്യൻ, ഈ ക്രിസ്ത്യൻ കച്ചവടക്കാരൻ. അയാളുടെ ചരക്ക് വന്നു കഴിഞ്ഞാൽ മറ്റേ വള്ളത്തിലാണല്ലോ തന്നെ, അയാളുടെ ചരക്ക് വന്നു കഴിഞ്ഞാൽ തൂക്കി നോക്കൂല്ല. അങ്ങനെ തന്നെ പണിക്കാരോട് ഒരു കേക്ക് അട്ടിട്ടോളം പറയും. അത് 50 കിലോയ്ക്ക് 50 100 ഉണ്ടാവും, 100 കിലോയ്ക്ക് അത്ര സത്യസരായി ക്രിസ്ത്യാനികളോട് ജീവിച്ചിരുന്നു എന്നാണ്. മനസ്സിലായോ? വിജാതികളുടെ ഇടയിൽ യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെക്കപ്പെടുന്ന രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്നെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ രഹസ്യം വെളിവാകണമെങ്കിൽ വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് കൊതിക്കണം, വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹങ്ങളൊക്കെ പോന്നോട്ടെ, ഞാൻ എന്റെ തോന്നിവാസം ജീവിക്കുന്നവർക്ക് രഹസ്യം കിട്ടൂല. അവര് പിന്നെ അനുഗ്രഹം തേടി പോണം. അത് അങ്ങ് ദൂരെന്ന് പറഞ്ഞാൽ, ഞാൻ എന്റെ ഒരു സുഹൃത്ത്, എനിക്ക് നമ്മുടെ കൂടെ ശുശ്രൂഷിച്ച ഒരു സുഹൃത്താണ്. ആ സുഹൃത്തിന് വയനാട്ടിൽ ഞങ്ങൾ നാളെ ചെല്ലുമ്പോ അദ്ദേഹത്തോട് നമുക്ക് വീണ്ടും ശുശ്രൂഷയൊക്കെ തുറക്കണ്ടെന്ന് പറഞ്ഞപ്പോ പുള്ളി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, ഇപ്പൊ പിള്ളേരുണ്ടാവും കൂടിയിട്ട് വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോവുകയാണ്. ഒരാൾക്ക് 1000 രൂപയാണ് ചെലവ്, വണ്ടി കാശ്. 3 പേര് പോകുമ്പോൾ 3000 രൂപയാവും. അങ്ങനെ മാസത്തിൽ ഒന്ന് വെച്ച് പോകും. വഴിയിലൂടെ അറിഞ്ഞു നടക്കുന്ന ഭിക്ഷാടകരും മാനസിക രോഗികളൊക്കെ ആയിട്ടുള്ള ആളുകളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിന്റെ മുഖ്യ ചുമതലക്കാരനായിരുന്നു ആ ചേട്ടൻ. അപ്പൊ അതൊക്കെ നിർത്തി, അതൊക്കെ നിന്നുപോയിട്ട് സമാധാനമില്ലോ. സമാധാനത്തിന് വേണ്ടി ഇത്രയും പൈസ മുടക്കി ഇങ്ങനെ പോകുക. പോകുന്നതുകൊണ്ട് തെറ്റില്ല, അത് അവനവന്റെ കാര്യം മാത്രമേ ഉള്ളൂ, അവരുടെ കാര്യമില്ല. അവരിലേക്ക് ഈ മഹത്വത്തിന്റെ രഹസ്യം കൊടുക്കണമെങ്കിൽ, പറയണമെങ്കിൽ ശ്രാവയോഹനം പറഞ്ഞതുപോലെ അവർ വളരെ ഞാൻ ചെറുതാകണം. അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ആ രഹസ്യം എന്നെ പരമേൽപ്പിക്കുകയാണ്. കർത്താവിനെ തയ്ക്കാൻ പറ്റിയില്ല, യേശുവിന് ആ കാര്യം തയ്ക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ നിർഭാഗ്യമല്ല. നമ്മളിലൂടെ ഇത് പുരോഗമിക്കാൻ വേണ്ടി
ഈ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടി, ഈ രഹസ്യം മനസ്സിലാക്കിയാലാണല്ലോ നമ്മൾ വിശുദ്ധരാകുള്ളൂ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇത് എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. വിശുദ്ധരെന്ന് പറഞ്ഞ് നമ്മൾ വിശുദ്ധരെന്ന് പറഞ്ഞ ആരെയാ? നമ്മളിപ്പോ വിശുദ്ധരെന്ന് പറഞ്ഞ ആരെയാ? ഉണ്ട്. നമ്മൾ വിശുദ്ധരെന്ന് പറഞ്ഞ ഈ അല്പം നേരജീവിയൊക്കെ ജീവിച്ച് മരിച്ചുപോയ ആളുകളെയാണ് നമ്മൾ വിശുദ്ധരെന്ന് പറയുന്നത്. പൗലോസിലെ വിശുദ്ധരെന്ന് പറഞ്ഞതേ അന്ന് അവിടെ സ്നാനപ്പെട്ടവരെയാ, യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ആളുകളെയാ പൗലോസിലെ വിശുദ്ധരെന്ന് വിളിക്കണേ. അല്ലാതെ അവരെല്ലാം പിന്നെ പുണ്യപൂർണ്ണമായിട്ടൊന്നുമല്ല വിളിക്കണേ. ഒരു ഇഞ്ച് പോലും, ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, ഒരു ഇഞ്ച് പോലും ആ വിശുദ്ധിയിൽ നിന്ന് താഴെ പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്നയാളാണ്, ഇന്നടത്തുനിന്ന് വന്നേക്കളാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വിളിക്കുന്ന പേരാണ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താണ് ആ മഹത്വം? പ്രിയമുള്ളവര്, ഈ രഹസ്യത്തിന്റെ മഹത്വം വിചാരികളിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുത്തെ ഈ രഹസ്യമാകട്ടെ മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ഇവിടെയാണ് നമ്മൾ കൊരിന്തോസ് ലേഖനം വായിക്കുന്നത്. കൊരിന്തർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിൽ അതിന്റെ 13-ാമത്തെ അധ്യായം അഞ്ചാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ മഹത്വത്തിന്റെ രഹസ്യമായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾക്ക് എന്നുവരെയും ബോധ്യപ്പെട്ടിട്ടില്ലേ? ഉണ്ടോ? ക്രിസ്തു ഉള്ളിലുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്? ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വന്നത് എങ്ങനെയാണ്? ആ കുർബാന സ്വീകരിച്ചുള്ള ക്രിസ്തുവിന്റെ ശരീരത്തെ നമ്മുടെ ഉള്ളിലേക്ക് വന്നു. കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ, പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെ ക്രിസ്തുവിന്റെ മഹത്വം, ക്രിസ്തുവിൽ ദൈവം നൽകിയിരിക്കുന്ന സമ്പൂർണത ക്രിസ്തു നമ്മളിലേക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് ആ മഹത്വം, ആ സമ്പൂർണത ഉള്ളിലുണ്ടോ എന്ന് എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ എങ്ങനെയാ അത് പരിശോധിക്കുന്നേ? എങ്ങനെയാണ്? വിവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വേദനകളൊക്കെ വരുമ്പോ ഈ മഹത്വത്തിന്റെ ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്, ഞാൻ ഈ കഷ്ടതകളും പ്രയാസങ്ങളും ക്രിസ്തു അനുഭവിച്ചതുപോലെ, ഈ അപ്പോസ്തലന്മാർ അനുഭവിച്ചതുപോലെ, ഓരോ സുവിശേഷകനും അനുഭവിക്കുന്നത് പോലെ ഞാൻ അനുഭവിക്കാനുള്ളതാണെന്നുള്ള തിരിച്ചറിവാണ്. അതാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്. ഇല്ല എങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ അതിന് നമ്മൾ പാടുന്നത് എന്താ? യാക്കോബിലെ പറഞ്ഞ പോലെ വിവിധ പരീക്ഷകൾ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, പരീക്ഷയെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം തന്നിട്ടുള്ള ആശ്വാസം പറഞ്ഞിരുന്നതുകൊണ്ട് നമ്മളിപ്പോ എല്ലാവരും ചേർന്ന് പാടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ഇപ്പൊ ഈ പനി വന്നതിനാന്ന് ചോദിക്കില്ല. ക്രിസ്തുവിന് വേണ്ടി തല്ലുകൊണ്ടത് എന്തിനാന്ന്? അല്ലേ? ശരിയല്ലേ? അല്ലേ? പിതാവായ ദൈവം യേശുവിന്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള ബോധ്യമല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്? യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ തെറ്റിപ്പോയില്ലേ? അല്ലേ? സങ്കീർത്തനക്കാരൻ 91-ാം സങ്കീർത്തനത്തിൽ എഴുതി വെച്ചു, കല്ലിന്മേൽ തട്ടാതെ വേണം അവിടുന്ന് കാത്തുകൊള്ളും. യേശുക്രിസ്തുവിന്റെ ഉപവാസം കഴിഞ്ഞ് പ്രാർത്ഥനാ സമയത്ത് കഴിഞ്ഞപ്പോൾ പിശാച് അവനെ കൂട്ടിക്കൊണ്ടുപോയി ഈ ഗോപുരത്തിന്റെ മുകളിൽ താഴേക്ക് ചാടുക, നിന്റെ കാല് കല്ലിന്മേൽ തട്ടാതെ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞു. അല്ലേ? ശരിയല്ലേ?
എന്നിട്ടോ ആ പീലാത്തോസിന്റെ അടുക്കൽ നിന്ന് 3 കോടതിയിലേക്ക് വന്നില്ലേ? മഹാപുരോഹിതനായ കയ്യാഫിന്റെ അടുത്ത് വന്നു, കയ്യാഫിന്റെ അടുത്ത് പീലാത്തോസിന്റെ അടുത്തേക്ക് വന്നു, പീലാത്തോസിന്റെ അടുത്ത് നിന്ന് വീണ്ടും ഹേറോദോസിന്റെ അടുത്തേക്ക് വന്നു, അവിടുന്ന് വീണ്ടും പീലാത്തോസിന്റെ അടുത്തേക്ക് വന്നു. ഒരു പകലാമൂട്ടിക്ക് ഈ കോടതി മുഴുവൻ കയറി ഇറങ്ങി വന്നു. എന്നിട്ടോ ഗോകുൽത്തായിലേക്ക് കുരിശു വെച്ചുള്ള യാത്രയിൽ കത്തോലിക്ക സഭയിലൊക്കെ കുരിശിന്റെ വഴിയില് 14 സ്ഥലത്തിൽ 3 സ്ഥലവും യേശുക്രിസ്തു വീണതാണ് അല്ലേ? കുരിശിന്റെ വഴിയിൽ വീണതിനെ കുറിച്ചാണ് ധ്യാനിക്കുന്നത്. 1-ാം പ്രാവശ്യം വീണു, 2-ാം പ്രാവശ്യം വീണു, 3-ാം പ്രാവശ്യം വീണു. സങ്കീർത്തനക്കാരൻ എഴുതി തെറ്റിയില്ലേ? കാൽ കല്ലിന്മേൽ തട്ടാതെ വണ്ണം കാത്തുകൊള്ളുമെന്നല്ലേ എഴുതിയിരിക്കുന്നേ? അല്ലേ അല്ലേ? എന്നിട്ടാ വീണു. നമ്മൾ പാടുന്നത് എന്താ? ഇടറി വീഴുവാൻ ഇടവരല്ലേ നീ യേശു നായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. വിശ്വമോഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഞാൻ, ചെയ്ത പ്രായശ്ചിത്തമായി ഉലകിൽ വീണ്ടും ഞാൻ ഉലഞ്ഞു പോകല്ലേ, ഉടഞ്ഞൊരു പാത്രം ഞാൻ. എന്റെ ശിഷ്ടമെന്നോ നിന്റെ പാദലാളനം എന്നു മാത്രം നീ മാത്രമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാത്രം നിങ്ങൾ പാടാറില്ലേ? ഞാനൊക്കെ ഇടയ്ക്ക് അങ്ങനെ പാടും. യേശു ഇടറി വീഴും, പക്ഷെ യേശുവിൻ്റെ ഉള്ളിൽ മഹത്വം ഉണ്ടായിരുന്നു. അതിന് ക്രൂശിൽ ചേർത്തവര് നോക്കി യേശു പറഞ്ഞു, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. കാരണം എന്താ? മഹത്വത്തിന്റെ ക്രിസ്തു അല്ലെങ്കിൽ മഹത്വത്തിന്റെ രക്ഷ, ആ ക്രിസ്തു പിതാവാം ദൈവം യേശുവിന്റെ ഉള്ളിലുണ്ടായിരുന്നു, പൗലോസിന്റെ ഉള്ളിലുണ്ടായിരുന്നു, ഇന്ന് നമ്മുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയില്ലാത്തത് കൊണ്ട് നമ്മൾ പാടിയപ്പോൾ പറഞ്ഞു, വിശ്വമോഹങ്ങൾ ഉപേക്ഷിക്കുന്നു ഞാൻ. എന്താ? ചെയ്ത പാപ പ്രായശ്ചിത്തമായി. ഞാൻ ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തമായി ഈ ലോകത്തിന്റെ മോഹങ്ങളെല്ലാം ഉപേക്ഷിക്കും. വല്ലോ ഉപേക്ഷിക്കാണോ? അതുകൊണ്ടാണ് ഞാൻ ഈ വചന ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ചോദിച്ചു വെച്ചത്, നിങ്ങൾക്ക് ഏത് കേൾക്കാനാണ് ഇഷ്ടം? എല്ലാം സംഭരിക്കുന്ന വചനം കേൾക്കാനാണ് ഇഷ്ടം അല്ലേ? ശരിയല്ലേ? നമ്മുടെ കൺവെൻഷൻ വന്നപ്പോ പാടിയില്ലേ, ഒരു ഇത് പറഞ്ഞില്ലേ, വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാൻ ദൈവം സമൃദ്ധി നൽകി. അത് കേൾക്കാനാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചാൽ പാടി. അപ്പൊ ഇതൊക്കെ കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം. പക്ഷെ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പരീക്ഷയിൽ തോറ്റുപോകാനിടയാകരുത്. കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ മഹത്വത്തിന്റെ ക്രിസ്തു ഉണ്ട് എന്നുള്ളതാണ് ആ രഹസ്യം. നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? മഹത്വത്തിന്റെ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, 2 കൊരിന്ത്യർ 13:5 പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഇല്ലെങ്കിൽ ഉണ്ടായെന്ന് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ട പാപം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് പരസ്യലേഖനത്തിലേക്ക് തന്നെ വരാം, അവസാനിപ്പിക്കാം. എന്താണ് ഈ രഹസ്യത്തിന്റെ മഹത്വം? വിജാതിരിയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടെ തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് തന്നെ. അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. എല്ലാ മനുഷ്യരെ ശ്രദ്ധിച്ചു കേട്ടോളണം.
ആ യേശു ക്രിസ്തുവിനെയാണ് പ്രഖ്യാപിക്കുന്നത്. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെ സുവിശേഷം പ്രസംഗിക്കണ്ടേ? ഇതിനെ സുവിശേഷം പ്രസംഗിക്കണ്ടേ? ഒന്നുകൂടി വായിക്കാം. എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ചോദിക്കാം, എന്തിനാണ് ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ട? എല്ലാ മനുഷ്യരും യേശു ക്രിസ്തുവിൽ പക്വത പ്രാപിക്കണം. ഇപ്പൊ നമുക്ക് എന്തില്ല? ആ പക്വതയില്ല. എങ്ങനെയൊക്കെ വർത്താനം പറയണം, ആരോടൊക്കെ എങ്ങനെയൊക്കെ പെരുമാറണം എന്നുള്ള പക്വതയൊന്നും ഇല്ല. പിന്നെ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് വലിയവർ അംഗീകരിക്കുമോ? അംഗീകരിക്കും. അംഗീകരിക്കുമോ? പറയാൻ തോന്നുമോ? അത് നമ്മൾ നമ്മളിലേക്ക് തോന്നും. ഇങ്ങനെ ചോദിക്കും. ഒരിക്കൽ ഞാനിങ്ങനെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ ചൂണ്ടിക്കഴിഞ്ഞപ്പോ ഒരു പെങ്ങളെ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ചൂടുന്നോ കാണാം, പക്ഷെ 3 പേരിൽ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഓർക്കണമെന്ന് പറഞ്ഞു. അതോടെയാണെങ്കിൽ ചുറ്റി പിടിച്ചിട്ട് പ്രസംഗിക്കണം. ചൂണ്ടല്ലോ, ഇങ്ങനെ ചൂടുന്നത് കൊള്ളാം, പക്ഷെ ഈ 3 പേരിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നീ ഒന്ന് ചൂണ്ടുമ്പോ നിന്നിൽ 3 ഉണ്ട് എന്നുള്ള ഈ അറിവുമ്പോ കൊള്ളത് കൊണ്ട് നമ്മൾ പറയാത്ത ആരോടും ഞാൻ പറഞ്ഞ ശരിയാവില്ല. ഞാൻ പറഞ്ഞ ശരിയാവില്ല. മനസ്സിലായില്ലേ? ഞാൻ നന്നായിട്ട് ഒരിക്കലും പറയലുണ്ടാവില്ല. എന്നെ നന്നാക്കുന്നത് ക്രിസ്തുവാണ്, അവന്റെ കൃപയാണ്. പറയാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറയുന്നവരും എന്റെ ഉള്ളിൽ പേടി വരും. ഞാൻ പറഞ്ഞതല്ലേ, അപ്പൊ പിന്നെ ചെയ്യാൻ പാടുണ്ടെന്നുള്ള ചിന്ത വരും. ഞാൻ പറയുന്നില്ലെങ്കിലോ, ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള വിചാരം വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, സകല മനുഷ്യരും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക എന്ന് പറയുന്നത് മനുഷ്യർക്ക് വരാൻ പോകുന്ന ആപത്തിന്റെ മുന്നറിയിപ്പാണ്. ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ, ക്രിസ്തുവിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അപകടം വരാൻ പോകുന്നു. എന്താണ് അപകടം? എന്താണ് അപകടം? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. ന്യായവിധിക്ക് ശേഷം പിന്നെ സ്വർഗവും നരകവും. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് ന്യായവിധിയില്ല, ശിക്ഷാവിധിയില്ല. ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് റോമലേഖനം 8-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ഇപ്പോൾ കുട്ടികൾക്കും വേണ്ട, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്നവർക്ക്, ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ന്യായ ദിവസം കേൾപ്പിക്കൊള്ളാൻ പറയും, പിതാവിന്റെ അടുത്തേക്ക് പോയിക്കൊള്ളാൻ പറയും. അപ്പൊ എന്റെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഇത്. അപ്പൊ ഇന്നത്തെ ഇപ്പോ നമ്മളിന്ന് കേട്ട ഈ വചനങ്ങളിൽ, ഇപ്പൊ 1 മണിക്കൂറായി, ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ ഇതിന്റെ ഒരു പ്രാരംഭ ഒരു വാക്ക് ഞാൻ പറഞ്ഞു. എന്താണ്? ദൈവം ക്രിസ്തു വഴി നടത്തുന്ന അനുരഞ്ജന പ്രവർത്തനങ്ങളിൽ സുവിശേഷകന്റെ പങ്ക്. ഇപ്പൊ പ്രസംഗിക്കണോ വേണ്ടയോ? നമുക്ക് ഇവിടെ തുടങ്ങാം അല്ലേ? അടുത്ത ആഴ്ചത്തേക്ക് ഒരുങ്ങിപ്പോയി ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഞാനിവിടെ വന്നിങ്ങനെ ഈ ധ്യാനമൊക്കെ കൂടിയപ്പോൾ, ഈ കൺവെൻഷനിലൊക്കെ പങ്കെടുത്തപ്പോൾ എനിക്ക് ഇങ്ങനെ അറിവുകൾ കിട്ടി, അനുഗ്രഹങ്ങൾ കിട്ടിയെങ്കിൽ പറഞ്ഞു. ഒരുപാട് അനുഗ്രഹം പറഞ്ഞ പോലെ ഒരുപാട് തിരിഞ്ഞു പോകും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അറിവ് കിട്ടിയെന്ന് പറയുന്നതാണ്. എനിക്ക് അനുഗ്രഹം കിട്ടിയേക്കാൾ കൂടുതൽ അറിവാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിൽക്കണം. അനുഗ്രഹം കിട്ടിയാണ് നിങ്ങൾ കിട്ടിക്കേണ്ട താങ്കൾ കിട്ടിയിട്ടില്ല. അച്ഛൻ പടത്തൊക്കെ ദോഷം മാത്രമേ കിട്ടിയിട്ടുണ്ട്. സുവിശേഷം പറയാനുള്ള യാതൊരു യോഗ്യത കിട്ടാവുന്ന ഒരു അനുഭവമില്ല. നിർത്തണം അതിന്റെ പ്രസംഗം നിൽക്കാനുള്ള യോഗ്യത എന്ന് വെച്ചാൽ അപ്പം തന്നെ നിർത്തേണ്ടതാണ്. മനസ്സിലായോ? യോഗ്യതയുള്ള ഒരാൾ അവിടെ ചോദിക്കുകയാണ്, നിർത്തണം അതിന്റെ പ്രസംഗം നിനക്കാനുള്ള യോഗ്യതയുണ്ടോ? നിന്റെ കുടുംബത്തിനുള്ള യോഗ്യതയുണ്ടോ? നിന്റെ അപ്പനാരാർക്കും നിന്റെ അമ്മയാരാർക്കും
എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പഠിച്ചിട്ട് നിർത്തിട്ട്. പക്ഷെ എന്റെ അയോഗ്യതയിൽ യോഗ്യനായവന്റെ മഹത്വം എനിക്ക് വെളിപ്പെടുത്തി തന്നപ്പോ എന്റെ കുറവുകളെല്ലാം പിന്നെ പരിഹരിക്കപ്പെട്ടോളും. ഇപ്പോൾ ഞാൻ അവന്റെ നിറവിനെ കുറിച്ചാണ് പറയേണ്ടതെന്നുള്ള ബോധമാണ് എന്നെ ഈ സ്റ്റേജിൽ നിർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിങ്ങൾക്കും നിങ്ങളുടെ കുറവിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ നിറവിനെ പറയുവാനായിട്ട് കഴിയും. കുറവിൽ നിന്നുകൊണ്ടാണ് പറയേണ്ടത്. മനസ്സിലായി? താഴ്ന്നു നിൽക്കണം. കുറവെന്ന് ഉദ്ദേശിച്ചാൽ എളിമ, വിനയം. അപ്പൊ അത് നമുക്ക് പറ്റിയില്ലെങ്കിൽ അതിനുള്ളതൊക്കെ തരും. എളിമപ്പെടാനുള്ള വകയൊക്കെ കൊണ്ട് തരും. നാലാളുടെ മുമ്പ് തലവർത്തി നിന്ന് നെഞ്ചിരിക്കാനുള്ളതൊന്നും തരൂല. മനസ്സിലായില്ലേ? എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവ് തന്നെ നിർത്തുള്ളൂ. കാരണം എന്താ? ഞാൻ കുറയണം, ദൈവം അവൻ വളരണമെന്ന്. ഹല്ലേലൂയ. നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മുടെ എല്ലാവരും സമർപ്പിക്കണം. എന്തിനു വേണ്ടി സമർപ്പിക്കണം? സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കണം. ഹല്ലേലൂയ. ഇത്രയും കാലമൊക്കെ നമ്മൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണങ്ങാം, സുവിശേഷത്തിന് വേണ്ടി സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരെയും സമർപ്പിക്കുന്നു കർത്താവേ. ക്രിസ്തുവിന്റെ ആ മഹത്വത്തിന്റെ രഹസ്യം ഞങ്ങളിൽ ഉണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇതാണ് പ്രഘോഷിക്കപ്പെടേണ്ട വചനം, അതാണ് സത്യം. നിന്റെ വേല ചെയ്യുവാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിളവധികം, വേലക്കാർ ചുരുക്കം. കൊയ്ത്തിലേക്ക് വേണ്ട വേലക്കാരെ ലഭിക്കുന്നതിന് വിളവിന്റെ നാഥോട് പ്രാർത്ഥിക്കാൻ അറിയിച്ചത് യേശുവേ. എല്ലാവരെയും ഇന്നിവിടെ ഈ കേട്ടുകൊണ്ടിരുന്ന ഈ പ്രിയപ്പെട്ട മക്കളെയും ഈ ശബ്ദവരി, പ്രത്യേകിച്ച് ഈ യൂട്യൂബ് ചാനലിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു രഹസ്യം മനസ്സിലാക്കി കിട്ടുവാനും അത് പ്രഘോഷിക്കപ്പെടുവാനും ദൈവം ക്രിസ്തു വഴി നടത്തുന്ന അനുരേഖത്തിന്റെ പ്രവർത്തനങ്ങളിൽ സുവിശേഷത്തിന്റെ പങ്ക് അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ പങ്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുടെ പങ്ക് എന്ന് ചിന്തിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കൃപ നൽകണമേ. സകലവും ഞങ്ങൾക്കായി കാലമുടിയിൽ ജീവൻ വെച്ച് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടെടുത്ത യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ ഘട്ടത്തിൽ നിർമ്മലാകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.